ഐ ആം ഹാപ്പി, ഐ ആം വാക്കിംഗ്. ഈ രണ്ട് സെന്റൻസുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഐ ആം വാക്കിംഗ് എന്ന സെന്റൻസിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. വാക്കിംഗ് എന്നതാണ് പ്രവൃത്തി. രണ്ടാമത്തെ സെന്റൻസ് ആയ ഐ ആം ഹാപ്പി എന്ന സെന്റൻസിൽ എന്റെ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ എന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സെന്റൻസിൽ ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ആക്ഷനെ കാണിക്കുന്ന വേർബിനെയാണ് ആക്ഷൻ വേർബ് അല്ലെങ്കിൽ ഡൈനാമിക് വേർബ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ കണ്ടീഷനെ കാണിക്കുന്ന വേർബ്സുകളെയാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റീവ് വേർബ്സ് കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് വാക്കിംഗ് എന്ന് പറയുന്നത് പോലെ നോയിങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു വേർബിനെ ING ഫോമിൽ ഉപയോഗിക്കാൻ ആ ഒരു പ്രവൃത്തിക്ക് ഒരു കൃത്യമായ തുടക്കവും അവസാനവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് കുറച്ചു നേരത്തിനെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആയിരിക്കണം. എന്നാൽ അവസ്ഥകൾ എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനൊരു കൃത്യമായ തുടക്കമോ അല്ലെങ്കിൽ എപ്പോൾ അവസാനിക്കുമെന്നോ നമ്മൾക്കറിയില്ല. എന്നാൽ ചില വേർബുകളെ നമുക്ക് ഡൈനാമിക് ആയിട്ടും സ്റ്റേറ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഹാവിനെ നമുക്ക് ഡൈനാമിക് ആയിട്ടും സ്റ്റേറ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം. ഷീ ഈസ് ഹാവിംഗ് ലഞ്ച് നൗ. അവൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്രവൃത്തി നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. ഇനി ഹാവ് തന്നെ സ്റ്റേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഐ ഹാവ് എ ഫാസ്റ്റ് കാർ. എനിക്കൊരു ഫാസ്റ്റ് ആയിട്ടുള്ള കാർ ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ഹാവ് പറയുന്നത്. രണ്ടാമത്തെ മിക്സ്ഡ് വെർബിന് എക്സാമ്പിൾ ആണ് ടേസ്റ്റ്. ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. അതൊരു ആക്റ്റീവായി ചെയ്യുന്ന ഫിസിക്കൽ ആക്ഷൻ ആണ്. സ്റ്റേറ്റീവ് സെന്റൻസിൽ ദ സൂപ്പ് ടേസ്റ്റ് ടു സാൾട്ടി. ആ സൂപ്പ് വളരെ സാൾട്ടിയാണ് അല്ലെങ്കിൽ ഉപ്പ് കൂടിയതാണ്. അവിടെ ഒരു ക്വാളിറ്റിയെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡൈനാമിക് വേർബ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ്ലി ചെയ്യുന്ന ഒരു ആക്ഷനെ കാണിക്കുന്നു. അത് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ആവാം. എന്നാൽ സ്റ്റേറ്റീവ് വെർബ്സ് നമ്മളുടെ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു.